ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നിതീസ് കുക്ക് ആൻഡ് ജോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചട്ടി എങ്ങനെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ചട്ടി നമുക്കൊരു ഡെയിലി ഒരു ക്ലീനിങ് റുട്ടീൻ ഉണ്ടാവുമല്ലോ നമ്മൾ ചട്ടി കഴുകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ഉപയോഗിക്കുന്ന സ്ക്രബ്ബ് അത് ചട്ടി കഴുകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതായിരിക്കണം. ഒരിക്കലും നമ്മൾ സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ലിക്വിഡോ അങ്ങനെയൊന്നും അതിൽ തൊടുന്നതായിരിക്കരുത്. കാരണം ചട്ടിക്ക് ഒരു അഡ്സോർബിങ് നേച്ചർ ഉണ്ട്. അതെന്ത് ചെയ്യും, ഈ സോപ്പിൻ്റെ അംശമൊക്കെ വലിച്ചെടുക്കും. നമ്മൾ അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമ്മളെ കറിയിലേക്ക് വിടുകയും ചെയ്യും. നമുക്കത് ആരോഗ്യത്തിന് കേടുമാണ്. അപ്പോൾ ഇതിനായിട്ട് മാറ്റി വെച്ചൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കഴുകിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ അംശമൊക്കെ ഉണ്ടല്ലോ, പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഈ സ്ക്രബ്ബ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകിക്കളയാം. വെറുതെ ഒന്ന് കഴുകിയാൽ മതി. നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കതിലേക്ക് ഏതെങ്കിലും ഒരു പൊടി, നിങ്ങളുടെ കയ്യിലുള്ള ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ മൈദപ്പൊടിയോ കടലമാവോ അല്ലെങ്കിൽ പയറുപൊടി ഏതെങ്കിലും ഒരു ധാന്യത്തിൻ്റെ പൊടി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉൾവശവും അതേപോലെ തന്നെ പുറം വശവും ഉണ്ടാവുമല്ലോ, അതും നല്ല പോലെ ഉരച്ച് തേച്ച് കഴുകിയെടുക്കണം. ഒട്ടും തന്നെ ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് അതിൽ ഇല്ലാത്ത രീതി. ഇതൊരു ഡെയിലി റുട്ടീനാണ് കേട്ടോ. അതായത് നമ്മൾ എപ്പോഴൊക്കെ കറിയിൽ ഉണ്ടാക്കുന്ന ചട്ടിയിൽ അതിനുശേഷം ഇതുപോലെ കഴുകിയെടുത്താൽ തന്നെ ചട്ടി ഒരു നല്ല പോലെ ക്ലീനായി വരും. നമുക്ക് ഡെയിലി യൂസിന് ക്ലീനായി വരും. പിന്നെ കുറേ നാൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ ആ മീനിൻ്റെ സ്മെല്ലൊക്കെ അങ്ങനെ തന്നെ നിൽക്കുമല്ലോ, അത് ഒഴിവാക്കാനാണ് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊരു മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 മാസമൊക്കെ കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ചട്ടി ഉപയോഗിക്കാത്തവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്ത ചട്ടീനെ നമ്മൾ അടുപ്പിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് വെള്ളം വെക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കണം. ഞാൻ എപ്പോഴും നാരങ്ങ നീരാണ് പ്രിഫർ ചെയ്യാറ്. നാരങ്ങയാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നാരങ്ങയും അതിൻ്റെ കൂടെ അതിൻ്റെ തൊലിയൊക്കെ അതുപോലെ അതിൻ്റെ ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ ഉണങ്ങിയ നാരങ്ങ ആയാലോ അല്ലെങ്കിൽ കുറച്ച് കേട് വന്നതായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് അതിൻ്റെ നീര് പിഴിയാൻ പറ്റുകയാണെങ്കിൽ നീര് അതിലോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നാരങ്ങയുടെ ആവശ്യമില്ല. കാരണം ബേക്കിംഗ് പൗഡറിൽ ഓൾറെഡി ആക്റ്റീവ് ഇതായിട്ടുള്ള ടാർട്ടാറിക് ആസിഡ് ഉണ്ട്, സോഡിയം ബൈകാർബണേറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാരങ്ങ നീര് ചേർക്കുന്നത് കൊണ്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനി നല്ല പോലെ തിളയ്ക്കണം. ഒരു 5-10 മിനിറ്റ് നല്ല പോലെ അങ്ങ് തിളയ്ക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ അങ്ങ് മാറാൻ തുടങ്ങും. നോക്കിക്കോ നിങ്ങളിപ്പോൾ കണ്ടോ, ഒരു ഓറഞ്ചിഷ് കളർ വരും വെള്ളത്തിന്. അത് ഈ നമ്മൾ ചട്ടിയിൽ പറ്റി പിടിച്ചിട്ടുള്ള മുളക് പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെ ഒക്കെ കളർ ഉണ്ടാവില്ല, അത് ഇളകി വരുന്നതാണ്. അത് നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞൊരു 10 മിനിറ്റെങ്കിലും നല്ല പോലെ തിളയ്ക്കണം. അപ്പോൾ മാത്രമാണ് ആ ചട്ടിയിലുള്ള എല്ലാ അതിൽ അഡ്സോർബായിട്ട് എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഈ നാരങ്ങ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഉരച്ച് കഴുകാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് കഴുകിയെടുത്താലും മതി. ഇതുപോലെ ആ വെന്ത നാരങ്ങ വെച്ചിട്ട് തന്നെ ഉൾവശം പുറം വശമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചിട്ട് കഴുകിയെടുത്താൽ മതി. ചുമ്മാ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ഇനി നിങ്ങളിത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ കളയണം. അത് നമ്മൾ ഒന്നുകിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ചൂടിലൊന്ന് ചൂടാക്കിയെടുക്കാം. അതും അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഇനി നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുന്നില്ല, വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ചട്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നാട്ടിലൊക്കെ പോവുകയാണ്, അങ്ങനെ അതിനൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണങ്ങിയ ചട്ടീൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒന്ന് ലൈറ്റായിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. ലൈറ്റായിട്ടൊരു ലെയറേ വരാൻ പാടുള്ളൂ. കുറേ ആയിക്കഴിഞ്ഞാൽ ഇത് കനത്ത് പോകും. അപ്പോൾ അതിന് ശേഷം നല്ലപോലെ ഒരു പേപ്പറിൽ കവർ ചെയ്തിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചട്ടി നല്ല ഫ്രഷായിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. നമ്മൾ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എന്തെങ്കിലും ഒരു പൊടി ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ധാന്യത്തിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ചിലർക്കെങ്കിലും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.